അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു റമളാൻ നിലാവ് ടോക്ക്. ഈ പ്രോഗ്രാം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് JK കാർ വാഷ് ആൻഡ് കോഫി ഷോപ്പ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ, ഗ്ലോബൽ റീഹാബിലിറ്റേഷൻ സെന്റർ, മൈസൂർ. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. മാഷാ അല്ലാഹ്, 3 ദിവസത്തെ കഥകൾ നമ്മൾ കേട്ടു. ഇന്ന് 4ാമത്തെ ദിവസമാണ്. 4ാമത്തെ ദിവസത്തിൽ ഒരു മനോഹരമായ കഥ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു ഹറമിൽ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു. അദ്ദേഹം ആ ഇരുന്ന സമയത്ത് അറിയാതെ അങ്ങ് മയങ്ങിപ്പോയ സമയത്ത് അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ 2 മലക്കുകള് സംഭാഷണം നടത്തുന്നതാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. ഒരു മലക്ക് മറ്റൊരു മലക്കിനോട് ചോദിക്കുന്നു, ഈ വർഷം എത്ര പേർ ഹജ്ജിന് വന്നു? 6 ലക്ഷം പേര്. അതിൽ എത്ര പേരുടെ ഹജ്ജാണ് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നത്? ഉടൻ തന്നെ മറ്റേ മലക്ക് പറഞ്ഞു, ഒരൊറ്റ ആളുടെയും ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഡമസ്കസിൽ മുവഫിഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യന്റെ മുവഫിഖ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചതിനാൽ ഇവിടെ ഈ മക്കത്ത് വന്ന, അല്ലെങ്കിൽ കഅബയെ വലയം ചെയ്ത, ഈ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത 6 ലക്ഷം പേരുടെയും ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. ഈ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു. കാരണം എന്താ മലക്കുകളുടെ സംഭാഷണം? ഹജ്ജിന് വേണ്ടി ഇത്രയെ ത്യാഗം ചെയ്തു വന്ന 6 ലക്ഷം പേരുടെ ഹജ്ജൊന്നും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഡമസ്കസ് എന്ന് പറയുന്ന സ്ഥലത്ത് തൻ്റെ വീട്ടിലിരിക്കുന്ന മുവഫിഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. അത് കാരണമായിട്ട് ഇവിടെ വന്ന ആളുകളുടെയും ഹജ്ജ്, അയാൾ കാരണമായിട്ട്, ആ വ്യക്തി കാരണമായിട്ട് ഇവിടെയുള്ള ആളുകളുടെയും ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. ഇദ്ദേഹം ഉടനെ ഹജ്ജിന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി മക്കയിൽ നിന്ന് തൻ്റെ നാട്ടിലേക്ക് പോയി. അങ്ങനെ നാട്ടിൽ പോയതിനു ശേഷം ഡമസ്കസിൽ പോയിട്ട് ഈ മുവഫിഖ് എന്ന് പറയുന്ന മനുഷ്യനെ അന്വേഷിച്ചിട്ട് തെരുവാന്തരം അദ്ദേഹം ഇറങ്ങി. കാരണം വല്ലാത്തൊരു സ്വപ്നമാണല്ലോ കണ്ടിരിക്കുന്നത്. അങ്ങനെ അന്വേഷിച്ചിട്ട് അവസാനം ഈ മുവഫിഖ് എന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ വീട്ടിലെത്തുന്നു. മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു അവിടെ കയറി ചെന്നുകൊണ്ട് ആ മുവഫിഖ് എന്ന് പറയുന്ന സാധു മനുഷ്യനോട് ചോദിച്ചു, എല്ലയോ സഹോദര, എന്താണ് താങ്കൾ ഇത്രയും വലിയൊരു കർമ്മം ചെയ്തിട്ടുള്ളത് എന്നോട് പറഞ്ഞാലും മുവഫിഖ് ആകെ തരിച്ചുപോയി. കാരണം അദ്ദേഹം അങ്ങനെ പ്രത്യേകിച്ചൊരു കർമ്മങ്ങൾ ചെയ്തതായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം. അപ്പൊ മുവഫിഖ് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ മഹാനവറുകളോട് ചോദിച്ചു, അല്ല ഉസ്താദെ, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ എന്താണ് എന്നോട് വന്ന് ചോദിക്കുന്നത്? എല്ലാ സഹോദര, നിങ്ങൾ എന്ത് കർമ്മമാണ് ഇത്രയും വലിയൊരു കർമ്മം ചെയ്തത്? അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത ശൈലി എന്താണ്? നിങ്ങൾ ചെയ്ത കർമ്മം എന്താണ്? എനിക്ക് അറിഞ്ഞേ പറ്റൂ. അപ്പോ മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ഈ മുവഫിഖ് എന്ന് പറഞ്ഞ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നും ചെയ്യാൻ അർഹതയുള്ള ഒരാളോ അല്ലെങ്കിൽ ചെയ്ത ആളോ എന്നല്ല, ഞാനൊരു സാധു ചെരുപ്പുകുത്തിയായ മനുഷ്യനാണ്. എന്താണ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, അല്ല, നിങ്ങൾ ഇപ്പൊ അടുത്ത് വെച്ച് ചെയ്ത, അല്ലെങ്കിൽ ഹജ്ജിന്റെ സീസണിലോ ഹജ്ജിന്റെ മുന്നെയോ ആയിട്ട് ചെയ്ത നല്ല കർമ്മങ്ങളെ കുറിച്ച് നിങ്ങൾ പറയൂ, ഞാനൊന്ന് അറിയട്ടെ. അപ്പോൾ ഈ ചെരുപ്പുകുത്തിയായ മുവഫിഖ് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ പറഞ്ഞ, പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഈ വർഷം ഹജ്ജിന് വരാൻ ആഗ്രഹിച്ചൊരു മനുഷ്യനായിരുന്നു. എനിക്കതിന് കഴിഞ്ഞില്ല. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഹജ്ജ് ആഗ്രഹിച്ചുകൊണ്ട് ഈ ചെരുപ്പ് കുത്തിയിട്ടൊക്കെ കിട്ടുന്ന ഈ പൈസയിൽ നിന്ന് ചെറിയ നാണയത്തുട്ടുകൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാറുണ്ട്. അങ്ങനെ കുറച്ച് വർഷങ്ങളായി ഞാൻ പ്രതീക്ഷിക്കുന്നു ഹജ്ജിന് വരാൻ വേണ്ടിയിട്ട്. ഈ വർഷം ഹജ്ജിന് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഏകദേശം അതിനുള്ള ഒരു സംഖ്യക്ക് റെഡിയായി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണ്. എൻ്റെ ഭാര്യ പറഞ്ഞു, അപ്പുറത്തെ വീട്ടിൽ നിന്ന് നല്ല ഇറച്ചിയുടെ മണം കേൾക്കുന്നുണ്ട്, അവിടെ ഇറച്ചി പാകം ചെയ്യുന്നുണ്ട്, എനിക്ക് എന്തോ ഇറച്ചി കഴിക്കാനുള്ള ഒരു ആഗ്രഹം. ഇത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഓക്കെ, ഞാൻ വാങ്ങിക്കൊടുന്നു തരാം. അങ്ങനെ ഈ മനുഷ്യൻ ഒരു പാത്രവുമായിട്ട് ആ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് കറി, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ആരെങ്കിലും വന്നാൽ അല്ലെങ്കിൽ വീട്ടിലില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ മേടിക്കാം, അതുപോലെ ആ വീട്ടിൽ പോയിട്ട് കുറച്ച് കറി ചോദിച്ചു. കറി ചോദിച്ച സമയത്ത് ഈ മുവഫിഖ് എന്ന് പറയുന്ന ചെരുപ്പ് കുത്തി പറയാണ്, ഞാൻ ആ വീട്ടിൽ ചെന്ന് കുറച്ച് കറി എൻ്റെ ഭാര്യയ്ക്ക് വേണം, ഇറച്ചിക്കറി, അവൾ ഗർഭിണിയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ.
ഉടനെ തന്നെ ആ വീട്ടിലെ സഹോദരി എന്നോട് പറഞ്ഞു, ഇല്ല സഹോദര, ഇത് നിങ്ങൾക്കൊരിക്കലും ഹലാലല്ല, ഇത് ഞങ്ങൾക്ക് ഹലാലുള്ളൂ, നിങ്ങൾ ഇത് കഴിക്കൽ ഹറാമാണ്. അപ്പോ മുവഫിക്ക് ചോദിച്ചു, ഈ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ ചോദിച്ചു, അല്ല നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അപ്പൊ ആ സഹോദരി വീണ്ടും ഈ മനുഷ്യനോട് പറയാണ്, എൻ്റെ മക്കളും ഞാനും പട്ടിണിയായിട്ട് കുറച്ച് ദിവസങ്ങളായി. എൻ്റെ മക്കളുടെ ഈ അവസ്ഥ എനിക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പുറത്തു പോയിട്ട് കുറച്ചപ്പുറത്ത് ചത്തു കിടക്കുന്ന ഒരു കഴുതയുടെ മാംസം മുറിച്ചെടുത്തിട്ട് അത് പാകം ചെയ്തിട്ട് എൻ്റെ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർക്കുണ്ടാക്കിയ ഒരു കറിയാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് അനുവദനീയമല്ല, ഇത് ഞങ്ങൾക്കേ അനുവദനീയമുള്ളൂ. നിങ്ങൾ ഈ ശവം കഴിക്കൽ ഹറാമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കറി തരില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, എൻ്റെ കണ്ണ് വല്ലാതെ സങ്കടത്തിലായി പോയി, എൻ്റെ മനസ്സ് വല്ലാതെ വിഷമത്തിലായി. നിറഞ്ഞ കണ്ണുകളുമായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ അയൽവാസികളുടെ അവസ്ഥ ഇങ്ങനെയാണ്, നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, നമുക്ക് അവരെ സഹായിക്കണമെന്ന്. ഇത് കേട്ട ഉടനെ ഞാൻ ഹജ്ജിന് വേണ്ടി കരുതി വെച്ചിരുന്ന ആ പാത്രം ഉടനെ തുറന്നിട്ട് അതിൽ ആ നാണയത്തുട്ടുകളെല്ലാം എടുത്തിട്ട് ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പട്ടിണി മാറ്റണം, നിങ്ങൾ ഇതുകൊണ്ട് ഭക്ഷണം കഴിക്കണം, നിങ്ങൾ കുറച്ചൊക്കെ സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വർഷത്തെ ഹജ്ജിന് ഉദ്ദേശിച്ചതായിരുന്നു, പക്ഷെ അതങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ ആ പൈസ അവർക്ക് കൊടുത്തിട്ടുണ്ട്, അതല്ലാതെ മറ്റൊന്നും ഇപ്പൊ അടുത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു നനഞ്ഞ കണ്ണുകളുമായിട്ട് വിറക്കുന്ന കൈകളുമായിട്ട് ഈ ചെരുപ്പ് കുത്തിയായ മുവഫിക് എന്ന മനുഷ്യനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ഭൂമിയിൽ ഏറ്റവും നല്ല മനുഷ്യൻ നിങ്ങളാണ്, ഈ ഭൂമിയിൽ ഇപ്പോൾ ചെയ്ത ഏറ്റവും വലിയ കർമ്മം നിങ്ങളാണ്. എന്നിട്ട് മഹാനായ ആ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു ആ ചെരുപ്പ് കുത്തിയായ മുവഫിക് എന്ന മനുഷ്യനോട് പറയാണ്, 6 ലക്ഷം പേര് ഇപ്രാവശ്യം ഹജ്ജിന് പോയിട്ടുണ്ട്, അവരുടെ ഹജ്ജൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് മലക്കുകളുടെ സംഭാഷണത്തിൽ നിന്ന് ഞാൻ കേട്ടു. മുവഫിക് എന്ന് പറയുന്ന ഡമസ്കസിൽ ഒരു മനുഷ്യൻ ചെയ്ത നന്മയുടെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്ത കൂലിയുണ്ട്. അദ്ദേഹം ചെയ്ത ആ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ട് ഇവിടെ വന്ന 6 ലക്ഷം പേരുടെയും ഹജ്ജ് സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് മലക്കുകൾ പറഞ്ഞത്. ആ സ്വപ്നം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങയുടെ അടുത്തേക്ക് ഞാൻ വന്നത്. നോക്കണം സുഹൃത്തുക്കളെ, ഈ ചരിത്രം നമ്മളെ എത്രമാത്രം കണ്ണു തുറപ്പിക്കേണ്ടതുണ്ട്, ചിന്തിപ്പിക്കേണ്ടതുണ്ട്. മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പോയി നന്മകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സഹായങ്ങളെ കുറിച്ച്, സഹകരണങ്ങളെ കുറിച്ച് നാം ഒന്ന് വിശാലമായിട്ട് ചിന്തിക്കേണ്ടതില്ലേ? 6 ലക്ഷം പേര് ഇത്രയ്ക്ക് ത്യാഗം സഹിച്ച് അവിടെ ഹജ്ജിന് പോയി. പക്ഷേ ഇബാദത്ത് എന്നുള്ള കർമ്മം സ്വീകരിക്കണമെങ്കിൽ നമ്മൾ പോയോണ്ടായില്ല, നിസ്കരിച്ചോണ്ടായില്ല, നോമ്പ് നോക്കിയോണ്ടായില്ല. അതിൻ്റെതായ ഓരോ നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ഇപ്പോഴും ഒരുപാട് പേര് ഹജ്ജിന് പോകുന്നുണ്ട്, ഉംറക്ക് പോകുന്നുണ്ട്. അതിലൊരു അണുത്തൂക്കം ഹറാമിന്റെ മുതലുണ്ടെങ്കിൽ, മറ്റൊരാളോട് വെറുപ്പ് വെച്ച് പോകുന്നുവെങ്കിൽ അതൊന്നും സ്വീകാര്യമല്ല. ഇപ്പൊ പല ആളുകളും റമദാൻ 1 മുതൽ 30 വരെ അവിടെ പോയിരിക്കുന്നവരുണ്ട്. പക്ഷേ തൻ്റെ വേണ്ടപ്പെട്ട കൂട്ടുകുടുംബങ്ങളുമായിട്ട് അടികൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ മുതലാണ്, ആ മുതലിന്റെ കൊള്ളലാഭം കൊണ്ടാണ് പോയിരിക്കുന്നതിലെങ്കിൽ വെറുതെയാണ്, യാതൊരു സംശയവുമില്ല, ഒരു സംശയം വേണ്ട. മക്ക പുണ്യഭൂമിയാണ്, മദീന പുണ്യഭൂമിയാണ്, അവിടൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഹറാമ് കലർന്ന എന്തെങ്കിലും ഒരു വസ്തുവുമായിട്ട് നമ്മൾ ഹജ്ജിനോ ഉംറക്കോ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും സ്വീകാര്യമല്ല. അപ്പൊ നാട്ടിലിരുന്ന് ഒരു നന്മ ചെയ്തതിന്റെ പേരിൽ അയാൾക്ക് ഹജ്ജിന്റെ കൂലി അള്ളാഹു കൊടുക്കുന്നു. അയാളുടെ പ്രവൃത്തി കാരണമായിട്ട് 6 ലക്ഷം പേരുടെ ഹജ്ജ് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോ നമ്മൾ നമ്മുടെ കുടുംബത്തിലും അയൽവക്കത്തും പട്ടിണിപ്പാവങ്ങളുണ്ടോ എന്നൊക്കെ നോക്കണം. അതല്ലാതെ ഹജ്ജിന് ഉംറക്ക് പറഞ്ഞ് ഓടി നടന്നിട്ട് കാര്യമില്ല. എന്നതിന്റെ അർത്ഥം അയൽവക്കത്തും കുടുംബത്തിലേക്ക് ആഡംബര ജീവിതം നയിച്ചുകൊണ്ട് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടാക്കി എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ പ്രശ്നം തീർക്കാൻ നടക്കണമെന്നൊന്നുമല്ല. ഹജ്ജിന് പോകണം, ഉംറക്ക് പോകണം. പക്ഷേ എന്തെങ്കിലും മാനസികമായി വല്ലാത്തൊരവസ്ഥയിൽ അകപ്പെട്ട് വലിയ കടത്തിലും വലിയ വിപത്തിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാതെ അവർക്കൊരു സഹായം കൊടുക്കുന്നുവെങ്കിൽ അതിന് ഹജ്ജും ഉംറയും അതിൻ്റെ അപ്പുറം പ്രതിഫലം നൽകുന്ന റബ്ബാണ്, നമ്മുടെ കാരുണ്യത്തിന്റെ റബ്ബ് എന്ന് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഈ നിസ്കാരം, നോമ്പ് അത് മാത്രമൊന്നുമല്ല ഏറ്റവും നല്ല കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ
അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കാരുണ്യവും അതുപോലെ തന്നെ നമ്മുടെ നന്മയുള്ള മനസ്സുമാണ്. നമ്മുടെ നിസ്കാരവും നോമ്പൊക്കെ നമ്മുടെ മനസ്സ് നന്നാവാനാ, നമ്മുടെ സ്വഭാവം നന്നാവാനാ. ഇങ്ങനെയൊക്കെ നിസ്കരിച്ചിട്ട് നോമ്പോക്കിയിട്ട് സ്വഭാവവും മനസ്സൊന്നും നന്നാവുന്നില്ല, മറ്റുള്ളവരോട് വെറുപ്പും ദേഷ്യമൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട് അതിന് ഫലമുണ്ടോ എന്നുള്ളത്. ശരിക്കും നിസ്കരിക്കുന്നവന്റെ നിസ്കാരം സ്വീകാര്യമാകുന്നുവെങ്കിൽ അവന്റെ മനസ്സിൽ നന്മയുണ്ടായിക്കൊണ്ടിരിക്കും, ഒരാളോടും വെറുപ്പുണ്ടാവില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വർത്താനും എന്നിട്ട് കയ്യിൽ ദിക്റുമുട്ടിയും എന്നിട്ട് ഭയങ്കര ദിക്റും സലാത്തും അങ്ങനെയൊക്കെ ജീവിക്കുന്ന കുറെ ജീവിതങ്ങളുണ്ട്. വെറുതെയാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല. എന്താണെങ്കിലും ഈ കഥ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇൻഷാ അള്ളാഹ് ഇതിന്റെ ആശയങ്ങൾ നിങ്ങൾ കൂടി നിങ്ങളുടെ മനസ്സുകൊണ്ട് താഴെ കമന്റ് ബോക്സിൽ വിശാലമായിട്ട് പങ്കുവെക്കൂ. ഇൻഷാ അള്ളാഹ് അടുത്തൊരു ദിവസം മറ്റൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി.